ഹലോ ഗായ്സ്, വീണ്ടും ഹൊറാഗ് മല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യെസ് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്, യൂഷ്വൽ ബാക്ക്ഗ്രൗണ്ട് അല്ല. സോ വാട്ട്, വി ഫോക്കസ് ഓൺ കണ്ടന്റ്, റൈറ്റ്? സോ ലെറ്റ്സ് ബിഗിൻ. സോ പഹൽഗാം അറ്റാക്ക്, അത് കഴിഞ്ഞ് 15ാമത്തെ ദിവസം നമ്മൾ അതിനുള്ള റിവെഞ്ച് എടുത്തിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ. സോ ഇതിനെക്കുറിച്ച് എല്ലാ ന്യൂസും കാര്യങ്ങളും ഒക്കെ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആർമി, നമ്മുടെ നേവി, നമ്മുടെ എയർഫോഴ്സിനെ പറ്റിയുള്ള എന്താ പറയുക, അവരുടെ ജോയിന്റ് അറ്റാക്ക്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം മൊത്തം ചർച്ച ചെയ്യുന്നത്. കറക്റ്റ് പിൻ പോയിന്റ് ആയിട്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷനിലേക്ക് മാത്രമാണ് ഈ അറ്റാക്ക് പോയിട്ടുള്ളത്. അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലൈക്ക് സിവിലിയൻസിനെ, പാകിസ്ഥാൻ്റെ മിലിറ്ററി ഫോഴ്സിനെ ഇവരെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത ടെറർ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ മാത്രമാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു എന്താ പറയുക, ജോയിൻ്റ് ഓപ്പറേഷനാണ്. എല്ലാവിധ സപ്പോർട്ടും നമുക്കാണുള്ളത്, നമ്മുടെ ഭാഗത്താണ് ന്യായമുള്ളത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വാറിലേക്ക് പോവാനോ അല്ലെങ്കിൽ മറ്റൊന്നിലേക്കും പോകാനൊന്നും സാധ്യതയില്ല എന്നുള്ള രീതിക്ക് ചർച്ചകൾ പോകുന്നുണ്ടെങ്കിലും പലരും ചിന്തിക്കുന്നത്, അതായത് വെറുതെ ചിന്തിച്ചു പോകുന്നത്, ഇതൊരു വാറായിരിക്കും, ഈ വാറിലേക്ക് പോകും, വാറ് വേണം, വാറ് അങ്ങനെ ചിന്തിച്ചു പോകുന്ന കുറേ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോക്സ് ഒക്കെ ഞാൻ കേൾക്കാനായിട്ടുണ്ടായി ഇന്ന്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് റിലീജിയൻ അല്ലെങ്കിൽ ഒരു കൺട്രി അങ്ങനത്തെ ഒരു സൈഡിലേക്ക് ചിന്തിക്കാതെ ഇതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ടെറർ, ഒരു രാജ്യത്തിൻ്റെ സമാധാനം കെടുത്താനുള്ള ടെററിനോട് എതിർക്കാനുള്ളൊരു എന്താ പറയുക യുദ്ധമായിട്ടാണ് കണ്ടത്. അല്ലാതെ ഒരു കൺട്രി ടു കൺട്രി വാറോ അല്ലെങ്കിൽ റിലീജിയൻ ടു റിലീജിയൻ വാറോ അല്ലത്. സോ നിങ്ങൾ യൂത്ത്, അതായത് ഞാൻ എപ്പോഴും പറയാ പോലെ നമ്മളുടെ കയ്യിലാണ് ഈ ഫ്യൂച്ചർ ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാത്തിലും ഉണ്ട് കറുപ്പും വെളുപ്പും, എല്ലാത്തിലും ഉണ്ട് എന്താ പറയുക മധുരമുള്ളതും കയ്പുള്ളതും. അതെല്ലാ കാര്യത്തിലുണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. സോ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരിക്കലും അതിനെ ജനറലൈസ് ചെയ്യരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ സംരക്ഷിക്കാനുള്ള സർക്കാരും ഗവൺമെൻറ്റും ആർമിയും എല്ലാം ഇവിടെ ഉണ്ട്. സോ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, വേണ്ടിടത്ത് വേണ്ടമാതിരി സപ്പോർട്ട് ചെയ്യുക, വേണ്ടിടത്ത് വേണ്ടമാതിരി സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. കറക്റ്റ് നോളജ് വെക്കുക. അതായത് ഒന്ന് കാണുമ്പോൾ തന്നെ ഇതൊക്കെ അങ്ങനെയാണെന്നുള്ള ആ ഒരു ജനറലൈസ് ആയിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനെ കുറിച്ചാണെന്നുള്ള ചില ബോധങ്ങളുണ്ടാവും. ബിക്കോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ പല രീതിയിൽ സർക്കുലേറ്റ് ആവുന്ന ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ എക്സാക്ട്ലി അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സോ ആ ഒരു ബോധ്യം ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ബി അവെയർ അബൌട്ട് വാട്ട് ഇസ് ഗോയിങ് ഓൺ. ഓക്കെ, എപ്പോഴും പറയാറുള്ള സെൽഫ് അവെയർ ആയിരിക്കുക, പിന്നെ സെൽഫ് കോഷ്യസ് ആയിരിക്കുക. മോക്ക് ഡ്രില്ലൊക്കെ നടക്കുന്നുണ്ട്. സോ ആ റീജിയൻസിലുള്ള എല്ലാ റീജിയൻസും നടക്കും. സോ അതിനെക്കുറിച്ച് പ്രിപ്പയർ ആയിരിക്കുക. ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ രാവിലെ മുതലേ ചറവറാന്ന് വാങ്ങി നടക്കുന്നുണ്ട്. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകാനൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് പറയാൻ ഉദ്ദേശിച്ച കാര്യത്രേ ഉള്ളൂ. കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിനെ ജനറലൈസ് ചെയ്യാതിരിക്കുക. മെയിൻലി വാറിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുക. നമ്മളിപ്പോഴും ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡെവലപ്ഡ് ആയിട്ടില്ല. സോ ഇപ്പോൾ ഒരു വാറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഡെവലപ്മെൻറ്റ്, ഇനി എല്ലാത്തിനെയും നന്നായിട്ട് ബാധിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് ജനറലൈസ് ചെയ്യാതിരിക്കുക, അവെയർ ആയിരിക്കുക, കോഷ്യസ് ആയിരിക്കുക. രാജ്യത്തിന് വേണ്ടി നല്ല പൗരന്മാരാണ്. എല്ലാവർക്കും ഇപ്പോൾ ആർമിയിലൊന്നും പോകാൻ പറ്റില്ല. സോ നമ്മളെ കൊണ്ട് പറ്റുന്നവർ നല്ല പൗരന്മാരായി ചുറ്റുമുള്ളതിനൊക്കെ സംരക്ഷിച്ചിട്ട് എല്ലാത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടൊക്കെ നിൽക്കുക. ചെറിയൊരു ഉപദേശമാണെന്ന് അങ്ങനെ വിചാരിച്ചാൽ മതി. കാരണം ഇങ്ങനത്തെ കുറച്ച് പോസ്റ്റുകൾ കണ്ടപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതും നമ്മുടെ ഈ ഏജ് ഗ്രൂപ്പുള്ളവരായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അല്ലാത്തവരൊന്നും പോയി നിൽക്കില്ലല്ലോ ആ ഒരു സെൻസിൽ. ഓക്കെ, അല്ലാത്ത ഏജ് ഇറങ്ങി ഒരു 10-40 വയസ്സുള്ളവരൊന്നും ഈ ട്രോൾ ഉണ്ടാക്കാനും മറ്റുണ്ടാക്കാനും മറച്ച് ഉണ്ടാക്കാനും വീടിരുന്ന് കുത്തിരുന്ന് ഉണ്ടാക്കാനും നോക്കൂല. സോ യെസ് ഗൈസ്, അങ്ങനത്തെ കാണുമ്പോൾ ചിന്തിക്കുക. ഓക്കെ, അത്രയും ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. ബായ്.